ഹലോ, നമുക്ക് ഇന്ന് അടിപൊളി കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കുക, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ 4 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചിട്ട് നന്നായി ഇളക്കാം. മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനാണ്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്യുക. പിന്നെ കുക്കറിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ട് അതിൽ കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ ഒരു 4 സവാള എടുക്കുക, നന്നായി വഴറ്റണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഇഞ്ചി പച്ചമുളക് നമ്മൾ അതിലിടുക. എന്നിട്ട് പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഗരം മസാലയും ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി പിന്നെ ഒരു 2 തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റുക. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് കുക്കറിൽ നമ്മളതിൽ കൂടെ ആഡ് ചെയ്യാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കുക. ഒരു 10 മിനിറ്റോളം ഇളക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കണേ. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുക്കണേ. അപ്പോൾ 4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. അതിൻ്റെ കൂടെ മല്ലിയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് കഴുകി വെച്ച ആ അരി 4 ഗ്ലാസ് അരി നമ്മൾ നേരെ കുക്കറിലോട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അരി വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ. 4 ഗ്ലാസ്സിന് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടപ്പ് തുറക്കില്ല. 20 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.